എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മള് കുറച്ച് കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വെള്ളത്തിലിട്ട് കഴുകി നമ്മൾ വൃത്തിയാക്കി എടുത്ത കോളിഫ്ലവർ ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനെ പൂക്കളാക്കി അടർത്തി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ചരുവത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചത് കൊണ്ടത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഒരു തവി വെള്ളം നമ്മുടെ പുളിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ടൊരു അച്ചാറാണ്. സാധാരണ നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് അച്ചാർ ചെയ്യാറില്ല, പക്ഷെ നമ്മളിന്ന് അച്ചാറാണ് ചെയ്യുന്നത്. അത് വളരെ വേഗം ഈസി ടേസ്റ്റിയുമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ വൃത്തിക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വേഗം തന്നെ നമുക്ക് അത് കോരി എടുക്കണം. ഇതിൽ ഒത്തിരി നേരം കിടന്ന് നമുക്ക് വെന്ത് പോകണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് കോരിയെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കീടാണുക്കളൊക്കെ ഉണ്ട്, അതെല്ലാം പോകണം. പിന്നെ നമ്മുടെ ഇത് ചെറുതായിട്ടൊന്ന് വേഗം ചെയ്യണം. ആ ഒരു പരുവത്തിൽ ഒരു 1/4 ഭാഗം മാത്രം വെന്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പം നമ്മളിത് ഈ കോരി മാറ്റുകയാണ്. ഇതിൽ കൂടുതൽ നേരം ഇടണ്ട. അയ്യോ, ഇതിൽ സ്വല്പം വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ കോളിഫ്ലവർ എടുത്തു വെച്ച വെള്ളത്തിൽ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച വാളംപുളിയില്ലേ, അത് നല്ല കഴുകി അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായിരിപ്പുണ്ട്. ഇനി നമ്മൾ ഒരു കൽച്ചട്ടിക്കകത്താണ് നമ്മൾ ഇന്ന് അച്ചാർ റെഡിയാക്കുന്നത്. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടുള്ള ഉലുവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവ ഇട്ട് ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ കടുകാണ്. അപ്പോൾ ഉലുവ പൊടി ഉണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ല ഉലുവയായിട്ട് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നമ്മൾ 1.5 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 3 വറ്റൽമുളക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാതെ. ഇത് നമ്മൾ കൽച്ചട്ടി ചെയ്യുന്നതുകൊണ്ട് വളരെ വേഗം തന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ വളരെ വേഗം ഇതാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ എല്ലാം റെഡി ആയിട്ടുണ്ട്, കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് മുറിച്ചാണ് നമ്മൾ ഇട്ടിട്ട്. ഇനി നമുക്ക് തീ സ്വല്പം കുറച്ച് കൊടുക്കുക, കാരണം നമ്മുടെ കൽച്ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് 1/4 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. 3 മുളക്, പച്ചമുളക്, വലിയ എരിയില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് നമ്മൾ 3 എടുത്തിട്ടുള്ളത്. നല്ല എരിയുള്ള പച്ചമുളകാണെങ്കിൽ 2 പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ 1 തുടം വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ അല്ലികൾ വലുതാണെങ്കിൽ മുറിച്ചിടുക. പിന്നെ 2 തണ്ട് കറിവേപ്പില. അപ്പം നമുക്കിത് ഓരോന്ന് ചേർത്ത് കൊടുക്കാമേ. ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു പച്ചമുളക് ഒന്ന് മാറി അതിൻ്റെ വെള്ളം കാണുമല്ലോ, ഇതിലൊക്കെ ഒരു വെള്ളത്തിൻ്റെ അംശം, അതെല്ലാം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഈ എണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൊമള വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനകത്ത് ഈ എണ്ണയ്ക്കകത്ത് കിടക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് വെള്ളമയം ഉള്ളതൊക്കെ ഈ വെളിയിലോട്ട് വരിക. അതുകൊണ്ടാണ് ആ ഒരു കൊമള വരുന്നത്. അപ്പോൾ അത് സാരമില്ല, നമുക്കത് പ്രശ്നമുള്ള കാര്യമല്ല. അത് റെഡിയായി കഴിയുമ്പോഴത്തേക്കിനും ആ കൊമളയെല്ലാം അങ്ങ് നിൽക്കും. അപ്പോൾ ഈ കൊമള തീരാറാകുമ്പോഴത്തേക്കിനും നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാതെ. ചൂട് എണ്ണയാണ്, ഇടുമ്പോൾ സൂക്ഷിച്ചിടുക, തെറിക്കാതൊക്കെ സൂക്ഷിക്കണേ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക്
നമ്മൾ എരിവിനും കളറിനും ഒക്കെ ആവശ്യമായിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മളിവിടെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് സാദാ മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി വളരെ പതിയെ തന്നെ നമ്മുടെ പുളി ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞിരിക്കുന്നത്. പച്ചവെള്ളത്തിൽ എടുക്കാതിരിക്കാൻ നല്ലത്. കാരണം വളരെ വേഗം തന്നെ നമുക്ക് ആ മുഴുവൻ പുളിയുടെ ചാറും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ ചെയ്യുന്നത്. അപ്പം നമുക്കിനി നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പുളിക്കും കോളിഫ്ലവറിനും എല്ലാം കൂടെ ഉള്ള പാകത്തിനുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഈ തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് അത് ഇതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ഇവിടെ ഈ ഒരു എണ്ണയിലും ഈ പുളിവെള്ളത്തിലൊക്കെ ആയിട്ട് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ മീഡിയം രീതിയിൽ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കാവേ. നമ്മൾ കായപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കത്തില്ല, ഈ ലാസ്റ്റിലാണ് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കായപ്പൊടിയുടെ രുചിയും എല്ലാം നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇത് 2 മാസം വരെ സൂപ്പറായിട്ട് കേടുകൂടാതെ നല്ല കിടുക്കാച്ചിയായിട്ട് നമുക്ക് വെളിയിൽ തന്നെ വെച്ച് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇത് നമുക്കിപ്പോൾ 2 മാസത്തേക്ക് പോലും ഉപയോഗിക്കില്ല. കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ വളരെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി വെറൈറ്റി അച്ചാറാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. ചെയ്ത് നോക്കിയിട്ട് കിടുക്കാച്ചി ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. മാത്രമല്ല ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷനില്ലേ അതും കൂടെ ഒന്ന് ഓൺ ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ പുതിയൊരു നല്ല വ്യത്യസ്തമായ റെസിപ്പിയായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും എല്ലാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.